ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് ആരോഗ്യം? കുഴപ്പമില്ല, കൈ മുറിവുണ്ട്. എന്താ സംഭവിച്ചെന്ന്? അത് ഞാൻ വെറുതെ എഴുന്നേറ്റതാണ്. എഴുന്നേറ്റപ്പോൾ ഒരു ഒച്ച കേട്ടപ്പം ഞാൻ എന്തോ എൻ്റെ ദേഹത്തോട്ട് വീഴുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞ് കട്ടിലേലിരിക്കുമായിരുന്നു, മൂപ്പര് എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എഴുന്നേക്കാം ഇറങ്ങാറ്. അപ്പോഴത്തേന് ഞങ്ങൾ ചെളിക്കകത്തായിപ്പോയി. ഞങ്ങൾ രണ്ടാളും. എൻ്റെ മകന് ചെളിക്കകത്തല്ലായിരുന്നു. പിന്നെ അവൻ്റെ അടുത്തോട്ട് ഓടി. അവൻ്റെ അടുത്തോട്ട് റൂമിലേക്ക് ഓടി. അവിടെ നിന്ന് വിളിച്ച് ഞങ്ങൾ നാലാളും കൂടെ കൈ കോർത്ത് പിടിച്ച് ഇറങ്ങി മേലെ കയറി വന്നെ. വീട്ടിൽ നിന്നില്ല. വെള്ളം വരുന്നതിന് ഞങ്ങൾ മേലെ കയറി, ഒരു കാട്ടിൽ കയറി, കുന്നിൻ്റെ മുകളിലോട്ട് കയറി. കുന്നിൻ്റെ മുകളിൽ കയറി അവിടെ ഒരു വീട്ടിൽ കയറി. അവിടുന്ന് തുണിയെല്ലാം അവർ തന്ന ഡ്രസ്സൊക്കെയാണ്, അതൊക്കെ മാറി അവിടുന്ന് അങ്ങനെ അവിടെ ഇരുന്ന് ആശ്വാസമായിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേന് പിന്നെ ഒരു പൊട്ടലും കൂടെ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി കൂട്ടി അക്കരെ വഴിക്കും അങ്ങനെ വില്ലേജ് റോഡിൻ്റെ ഇല്ല അപ്പുറത്തോട്ട് ചടിയപ്പോൾ അവിടെ പോർച്ചുകാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ ഇവിടെ എത്തിച്ച്. ഭർത്താവുണ്ട്, മണ്ണൊക്കെ അകത്ത് പോയിട്ട് ഐസിയിൽ അവിടെ ഉണ്ട്. അറിയത്തില്ല അവർ. ഞാനിവിടെ ഉണ്ട്. മകന് വലിയ പരിക്കൊന്നുമില്ല. അവന് മകളുടെ അടുത്തോട്ട് പോയി വീട്ടിലുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ പെങ്ങളും മകനും 2 കുട്ടികളും മരുമോളും ഇവിടെ ഐസി കിടപ്പുണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ മകൾ പറഞ്ഞ് അളിയനും ഒക്കെ പോയി എന്ന് പറയുന്നു. അവരൊക്കെ ഞങ്ങളടുത്തോട്ട് ഒക്കെ പോയി എന്ന് പറയുന്നുണ്ട്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഓക്കെ ചേച്ചി, അതായത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ഐസിയുലൊക്കെ തന്നെ കഴിയുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഒരു സ്ഥലം കൂടിയായി മാറുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും കൂടുതൽ പേർ പരിക്കേറ്റ്, അതും ഗുരുതരമായി പരിക്കേറ്റവരെ പബ്ലിക് ഹെൽത്ത് സെൻ്ററിലും ഒപ്പം തന്നെ വിംസ് ആശുപത്രിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. വാർഡിൽ കിടത്തിയവരുമുണ്ട്, ഒപ്പം തന്നെ ഐസിയുലേക്ക് അടക്കം മാറ്റിവരുമുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായും ഈ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറേയധികം പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രത്യേകിച്ചും ഈ കല്ലും മണ്ണും ഒക്കെ വന്ന് വീണ് ഗുരുതരമായാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. അത് നട്ടലിനടക്കം അങ്ങനെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട് പലർക്കും. അത്തരം സങ്കടകരമായ അവസ്ഥയാണ് ഇവർക്കെല്ലാവർക്കും പറയാനുള്ളത്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി എന്നത് വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും വലിയ ഒരു ഉരുൾപൊട്ടൽ, അതിൽ ഒരു പ്രദേശം തന്നെ അപ്പാടെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം. തീർച്ചയായും അത് ഇവർക്ക് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒന്നാണ്. പലർക്കും അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടൊരവസ്ഥ. പക്ഷേ ചിലർക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതാണ് വിംസ് ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ ഏതായാലും പരിക്കേറ്റ രോഗികളെ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. അതിൽ ഒരു മൃതദേഹം മാത്രമാണ് ഇവിടെയുള്ളത്. ബാക്കിയൊക്കെ തന്നെ വീട്ടുകാർക്ക് വിട്ടു നൽകി എന്നതാണ് ആശുപത്രി അറിയിക്കുന്നത്.